പിങ്ക് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇതൊരു സ്നാക്ക് ഐറ്റമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ നോക്കാം. ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മാത്രം ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ പീസ് ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ അനുസരിച്ച് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു സവാള കൊത്തിയരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്തെടുത്ത കുറച്ച് വെളുത്തുള്ളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ളത്ര ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേരുവകളെല്ലാം കൂടി അല്പനേരം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പം വെള്ളം കൂടി ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പീസ് മാത്രം നുറുക്കിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തപ്പോൾ അതിൻ്റെ കൂടെ അല്പം പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു. ഞാൻ മറന്നുപോയതാണ്. അതിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വയ്ക്കാതെ അല്പനേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം. നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇനി സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ്. ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്ന സമൂസ ഷീറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വീട്ടിൽ തന്നെ പരത്തി റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 സമോസ ഷീറ്റാണ് ആവശ്യമുള്ളത്. അതിങ്ങനെ ക്രോസായിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ നടുവിലായിട്ട് ആവശ്യത്തിന് ഫില്ലിങ് ഇട്ട് കൊടുക്കാം.
ഇനി ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത അല്പം ചീസ് കൂടി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ചീസ് വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ ഈ സ്നാക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട കാര്യമില്ല. ചീസും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ചീസും കൂടി വെച്ച് കൊടുത്തത്. ഇതിങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ നമ്മൾ അടിയിൽ വെച്ച ഷീറ്റിൻ്റെ ഭാഗം തന്നെ ആദ്യം മുകളിലേക്ക് മടക്കി കൊടുക്കാൻ വളരെ ശ്രദ്ധിക്കണം. 2 ഷീറ്റിൻ്റെയും ഓരോ ഭാഗം ഒന്നിന് മുകളിലായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് ബാക്കി വരുന്ന 2 ഭാഗത്തും അല്പം മൈദ പേസ്റ്റ് തേച്ച് കൊടുക്കാം. 1 സ്പൂൺ മൈദ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തൊന്ന് ചാലിച്ചെടുക്കുന്നതാണ് മൈദ പേസ്റ്റ്. ഈ മൈദ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒട്ടിച്ച് വേണം എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാനില്ലെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് എണ്ണ കിടക്കും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ മടക്കി എടുക്കുമ്പോൾ അതിൻ്റെ കോർണറിലെല്ലാം ഒന്ന് നോക്കുക. അവിടെ ഹോളുണ്ടെങ്കിൽ മൈദ പേസ്റ്റ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. നമ്മുടെ ഷീറ്റെല്ലാം ഫില്ലിങ് വെച്ച് ഇങ്ങനെ മടക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. റെഡിമെയ്ഡ് ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് വളരെ വേഗം തന്നെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ 2 വശവും പാകത്തിന് ബ്രൗണായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ റോസ്റ്റഡ് ചിക്കൻ ഫിൽഡ് ബോട്ട്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ലൊരു ടേസ്റ്റാണ് ഈ സ്നാക്കിന്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.